സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 100% സീറ്റുകളും UDF തൂത്തുവാരുമെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണന്റെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 100% സീറ്റുകളും UDF തൂത്തുവാരുമെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണന്റെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണ പൊതുയോഗം കാലിക്കടവ് ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നടപടിയില്ലാത്ത LDF ഭരണത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പിൻവാതിൽ നിയമനങ്ങൾ എത്രയാണ് നടത്തിയതെന്ന് നിയമസഭയിൽ ഞാൻ ചോദ്യമുന്നയിച്ചപ്പോൾ 3 ലക്ഷം പേരെയാണ് രേഖാമൂലം മറുപടി തന്നു. CPM-കാരുടെയും പാർട്ടി നേതാക്കളുടെയും ബന്ധുക്കളുമായി 10,000-ങ്ങളെയാണ് നിയമിച്ചതെന്ന് ഇത് വ്യക്തമാക്കുന്നതായി ചെന്നിത്തല പറഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര ആളുകളെ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചു? പിൻവാതിലൂടെ 3 ലക്ഷം പേരെയാണ്. ഈ ഗവൺമെന്റ് 3 ലക്ഷം പേരെയാണ് പിൻവാതിലൂടെ നിയമിച്ചത്. ബോർഡുകളിൽ, കോർപ്പറേഷനുകളിൽ, ഇലക്ട്രിസിറ്റി ബോർഡിൽ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ 3 ലക്ഷം പേരെ ഇന്റർവ്യൂ ഇല്ലാതെ, എഴുത്ത് പരീക്ഷയില്ലാതെ നിയമിച്ച ഒരു ഗവൺമെന്റ്. അതിൽ 80% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളും ബന്ധുക്കളും സഹപ്രവർത്തകരും. ഇതാണോ കേരളത്തിൽ ഉണ്ടാക്കിയത്? PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് ഒരു നിയമനം കിട്ടാതെ കഷ്ടപ്പെടുന്ന റാങ്ക് ഹോൾഡർമാർ കേരളത്തിൽ എത്രയുണ്ട്? പഞ്ചായത്ത് UDF ചെയർമാൻ നിഷാം പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ വെള്ളിക്കോത്ത്, KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, CMP ജില്ലാ സെക്രട്ടറി TV ഉമേശൻ, KP പ്രകാശൻ, KV ഗംഗാധരൻ, രവി കുളങ്ങര, AV കുഞ്ഞികൃഷ്ണൻ, MP മനോഹരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.